ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ റെയിൽവേയിൽ നിന്നാണ്. സോ റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ റെയിൽവേ വിളിച്ചിരിക്കുന്നത്. സോ 2026 ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റെയിൽവേ വിളിച്ചിരിക്കുന്നത്. നിരവധി വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നല് ലെവൽ 5 ആണ് വരുന്നത്. സോ 29,200 നിങ്ങൾക്ക് ഇനിഷ്യൽ പേയ്മെൻറ്റ് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. സോ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 323 ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്. എല്ലാ റെയിൽവേ സെക്ഷനിൽ നിന്നുമാണ് ടോട്ടൽ 323 വേക്കൻസി വന്നിരിക്കുന്നത്. സോ സെക്കൻഡ് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്, ലെവൽ 2 ആണ് വരുന്നത്. 19,000 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. സോ അതോടൊപ്പം തന്നെ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കിലേക്ക് അപ്ലൈ. ഇവിടെ വന്നിരിക്കുന്ന ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 6,234. അങ്ങനെ ടോട്ടൽ 6,557 വേക്കൻസിയാണ് നിലവിൽ എല്ലാ സോണിനെയും കൂടെ കൺസിഡർ ചെയ്ത് റെയിൽവേ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടീസ് നമുക്ക് നോക്കാം. സോ ഓപ്പണിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 30/6/2026 ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 29/7/2026. പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/7/2026 ആണെന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ 1/3 മാർക്ക് ബേസിസിലാണ് റോങ് ആൻസറിന് കിട്ടുന്ന നെഗറ്റീവ് മാർക്ക് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ റെയിൽവേയുടെ എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക. നിങ്ങളുടെ മെഡിക്കലിനകത്ത് ഏത് ബേസിസിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓരോന്നിനും പ്രത്യേകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം. സോ A3, B1, B2, C1 എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഏതാണെന്ന് നോക്കുക. ഞാൻ പറഞ്ഞ ഏജ് ലിമിറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ ആണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയും, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി ഏജ് റിലാക്സേഷൻ അതിൻ്റേതായിട്ടുള്ള കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ എക്സാമിനേഷൻ ഫീസ് നോക്കാം. എക്സാമിനേഷൻ ഫീസ് വരുന്നത് ജനറൽ കാൻഡിഡേറ്റിനൊക്കെ എക്സാമിനേഷൻ ഫീസ് 500 രൂപയാണ്. ബാക്കി വരുന്ന SC ST, എക്സ് സർവീസ്മാൻ, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അതുപോലെ തന്നെ EBS കാറ്റഗറിക്ക് വരുന്നവർക്ക് 250 രൂപയാണെന്ന് ഓർത്തിരിക്കാം. ഇനി നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് CBT എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അതേപോലെ ഇവിടെ പറയുന്നുണ്ട്, ദ ആപ്ലിക്കബിൾ എക്സാമിനേഷൻ ഫീസ് ഈസ് ഓൺലി റിക്വയർഡ് ടു ബി പെയ്ഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് പേ ലെവൽ. ഇപ്പം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓരോന്നിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കുന്നത്. സോ ഇത് ഓർത്തിരിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് സിഗ്നൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് പറയുന്ന ക്വാളിഫിക്കേഷൻ. അല്ലാത്ത വരുന്ന ക്വാളിഫിക്കേഷൻ BSc കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം, അതായത് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഫിസിക്സ്. ഈ പറഞ്ഞിരിക്കുന്നവർക്ക് പറഞ്ഞ BSc പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്നതിൽ ബാച്ചലർ ഓഫ് സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിൽ 3 വർഷത്തെ ഡിപ്ലോമ പഠിച്ചവർക്കും, അതുപോലെ തന്നെ BA or BTech പഠിച്ചവർക്കും ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീനാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ITI പഠിച്ചിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെക്കാനിക് മെക്ട്രോണിക്സ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വെൽഡർ, മെക്കാനിസ്റ്റ്, ഇത്രയും പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റു ക്വാളിഫിക്കേഷൻ പറയുന്നത് മെട്രിക്കുലേഷൻ 10ാം ക്ലാസ്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം അപ്രൻറ്റീസ്ഷിപ്പ് എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 ബ്ലാക്ക് സ്മിത്ത് ആണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സെയിം ക്വാളിഫിക്കേഷനാണ്. ട്രേഡിൻ്റെ മാത്രം ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ട്രേഡ് നോക്കാം. ഫോർഗർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, അതുപോലെ തന്നെ ഫൗണ്ടറി മാൻ, അതുപോലെ പാറ്റേൺ മേക്കർ, മോൾഡർ, റിഫ്രാക്ടറി. സോ ഇതാണ് ഇതിൻ്റെ ട്രേഡ്. സോ 10 + ITI പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും അപ്രൻറ്റീസ്ഷിപ്പ് എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 ബ്രിഡ്ജ് ആണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. 10 + ITI. അത് ട്രേഡ് നോക്കാം. ട്രേഡ് വരുന്നത് ഫിറ്റർ, സ്ട്രക്ചറൽ, വെൽഡർ ആണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളിപ്പം 10 + അപ്രൻറ്റീസ്ഷിപ്പ് എടുത്തവർക്ക് അപ്ലൈ. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാരിയേജ് ആൻഡ് വാഗൺ ആണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ITI ആണ്. പ്ലസ് ട്രേഡ് എന്ന് പറയുന്നത് ഫിറ്റർ, കാർപ്പൻ്റർ, വെൽഡർ, പ്ലംബർ, പൈപ്പ് ഫിറ്റർ. സോ ഈ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ ഇലക്ട്രിക്കൽ ആണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10 + ITI. ട്രേഡ് നോക്കാം. ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്. പ്ലസ് അല്ലാതെ വരുന്നവർക്ക് മെട്രിക്കുലേഷൻ പ്ലസ്
അപ്രന്റീസ്ഷിപ്പ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ മെക്കാനിക്കലാണ്. ക്വാളിഫിക്കേഷൻ നോക്കാം, SLC പ്ലസ് IT ഉണ്ടായിരിക്കണം. അത് വേണ്ട ട്രേഡ് നോക്കാം, ഫിറ്റർ, മെക്കാനിക് ഡീസൽ, മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹെവി വെഹിക്കിൾസ്, മെക്കാനിക് ഓട്ടോമൊബൈൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതുപോലെ തന്നെ വെൽഡർ, ട്രാക്ടർ മെക്കാനിക്, പെയിൻറ്റർ ജനറൽ പറഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം മെട്രിക്കുലേഷൻ കഴിഞ്ഞ് ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന നോക്കാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്, ഇലക്ട്രിക്കലാണ്. സോ ക്വാളിഫിക്കേഷൻ നോക്കാം, ITA പ്ലസ് ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് മെക്കാനിക്, അതുപോലെ കേബിൾ ജോയിനിങ്, വെൽഡർ, പെയിൻറ്റർ, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ പറഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ ഇപ്പം SLC കഴിഞ്ഞ് അപ്രന്റീസ്ഷിപ്പ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കലാണ്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ഇലക്ട്രിക്കൽ, പിന്നീട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് വിളിച്ചത്. സോ ഇതിൻ്റെ ഈ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഫിറ്റർ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽ ആൻഡ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 വെൽഡർ, ടെക്നീഷ്യൻ ഗ്രേഡ് ക്രെയിൻ ഡ്രൈവർ. അതേപോലെ നെക്സ്റ്റ് നോക്കാം, ടെക്നീഷ്യൻ ഗ്രേഡ് കാർപ്പൻ്റർ, ടെക്നീഷ്യൻ ഗ്രേഡ് ഇലക്ട്രിക്കൽ, ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് ഫിറ്റർ, ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 മെഷീനിസ്റ്റ്, നെക്സ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, ടെക്നീഷ്യൻ ഗ്രേഡ് മിൽ റിട്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 പെയിൻറ്റർ, അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രിമ്മർ, ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് വെൽഡർ. സോ ഇങ്ങനെ ടോട്ടൽ 25 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി ഓരോ സോൺ വൈസിലെ വേക്കൻസി നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് ചെന്നൈയും ട്രിവാൻഡ്രമാണ്. സോ ചെന്നൈയിൽ നോക്കാം, ചെന്നൈ വന്നിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലാണെങ്കിൽ ടോട്ടൽ 19 വേക്കൻസി വന്നിട്ടുണ്ട്. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3 591 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 610 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ സോൺ നോക്കാം. സോ ട്രിവാൻഡ്രത്തെ വേക്കൻസി ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണെങ്കിൽ ടോട്ടൽ 21 വേക്കൻസി, ദെൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ ടോട്ടൽ 390 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 411 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. സോ വായിച്ച് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക് യു.